ഇതൊക്കെ പറഞ്ഞിട്ട് നീ വീട് ക്ലീൻ ചെയ്യാൻ വിളിക്കില്ലല്ലോ. വിളിച്ചാ കാശ് കൊടുക്കട്ടെ, അതാണ് പ്രശ്നേ. ആദ്യം ഒരു ഫ്രണ്ട് ഒരു കച്ചവടം തുടങ്ങുമ്പോ അവന് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഹെൽപ്പ് എന്താണെന്നത്, നമ്മൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും അവന്റെ കയ്യിലുണ്ടെങ്കിൽ 5 രൂപ കൂടിയാലും അത് മേടിക്കുക എന്നുള്ളത് മാത്രമാണ് അവന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഹെൽപ്പ്. നിങ്ങൾ വേറെ ഒരു ഹെൽപ്പും ചെയ്യണ്ട. ഇപ്പൊ ഒരു മുടിവെട്ട് കട നമ്മുടെ ഒരു ഫ്രണ്ട് തുടങ്ങിയെന്ന് വിചാരിക്കും, ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങിയെന്ന് വിചാരിക്കും. നമ്മൾ സ്ഥിരമായിട്ട് 20 രൂപക്ക് വെട്ടണത് ചിലപ്പോൾ അവൻ്റെ അടുത്ത് 25-30 ആയിരിക്കാം. അവൻ ഇച്ചിരി സ്റ്റാൻഡേർഡ് കൂട്ടിയിട്ടായിരിക്കാം ചെയ്യുന്നുണ്ടാവും. ബട്ട് നിങ്ങളുടെ ഫ്രണ്ടിന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം, ഞാനൊക്കെ എന്റെ ഫ്രണ്ട് തുടങ്ങി അവിടെ പോയിട്ട് സ്ഥലം അവിടെ പോയിട്ട് ഓസിക്ക് ചോദിക്കരുത്. കാരണം അവന് റെന്റ് കൊടുക്കണം, സാലറി കൊടുക്കണം. അവന്റെ പ്രശ്നങ്ങളെ മുഴുവൻ ഫേസ് ചെയ്യുന്നത് ഈ ഒരു സ്ഥാപനം വെച്ചിട്ടായിരിക്കും. അപ്പൊ നമ്മളുടെ ഫ്രണ്ട്സ് ഇപ്പൊ ഒരു 100 പേര് ഫ്രണ്ട് ആയിട്ടുള്ള ഒരാളൊരു ബ്യൂട്ടി പാർലർ തുടങ്ങി വിചാരിച്ചു. ഞാൻ പറയണ ആ 100 പേര് വിചാരിച്ചാൽ അവന്റെ ബ്യൂട്ടി പാർലർ സക്സസ് ആണ്. ആ രീതിയിൽ നമ്മളാരും ചിന്തിക്കില്ല. നമ്മളവിടെ പോയിട്ട് നമ്മുടെ കൂട്ടുകാരനല്ലേ 50 രൂപ കുറച്ച് തായോ എന്നാണ് പറയുന്നത്. അത് ഒരു വിരോധാഭാസം പോയിന്റ് ആണ്. ശരിയാണ്.